ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. സൂര്യപ്രകാശത്തിലുള്ള ഹാംഫുൾ റേസ് നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ, നമ്മുടെ ചർമ്മത്തിന് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇത് പലർക്കും അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും പേരും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ സേഫ് ആണോ, അത് ടോക്സിൻ ഫ്രീ ആണോ, ഇത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണോ നിങ്ങളുടെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാറുള്ളത്? എന്തൊക്കെയാണ് നമ്മളൊരു സൺസ്ക്രീൻ വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടത്? ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്? ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് സൺസ്ക്രീൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏതാണ്, എന്ത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് UVA അതുപോലെ UVB റേസിൽ നിന്നാണ്. അൾട്രാവയലറ്റ് എയിൽ നിന്നും അതുപോലെ അൾട്രാവയലറ്റ് ബിയിൽ നിന്നും. ഈ അൾട്രാവയലറ്റ് എ രശ്മികൾ നമ്മുടെ ചർമ്മത്തിൽ ഏൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം കൂടാനുള്ള, അതായത് വളരെ പെട്ടെന്ന് പ്രായം തോന്നിക്കും. അതിനുള്ള റിങ്കിൾസ്, അതുപോലെ ഫൈൻ ലൈൻസ്, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ടാനിങ്, ഇതിനൊക്കെ കാരണമാവുന്നത് UVA റേസ് ആണ്. പൊതുവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഏജിങ് വളരെ പെട്ടെന്ന് കൂട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് UVA ആണ്. ഇനി UVB റേസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ നമുക്ക് സൺ ബേൺ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചുമന്ന് ഉണ്ടാക്കുക, സൺബേൺ, ചൂടടിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണ് UVB ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് റേസിൽ നിന്നുമാണ് നമുക്ക് സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പോൾ ഈ UVAയിൽ നിന്നും UVBയിൽ നിന്നും ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ എന്നറിയണമെങ്കിൽ അതിൻ്റെ പുറത്ത് ബ്രോഡ് സ്പെക്ട്രം എന്ന് എഴുതിയിട്ടുണ്ടാവും. ബ്രോഡ് സ്പെക്ട്രം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് UVAയിൽ നിന്നും അതുപോലെ UVBയിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് SPF ആണ്. SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ആണ്. ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 ഉണ്ടാവാം, 50 ഉണ്ടാവാം, അതല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടാവാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് UVB റേസിനെ തടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു SPF 30 ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു UVB റേസിൽ നിന്ന് ഒരു 97% നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമ്മളൊരു SPF 50 ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 98% പ്രൊട്ടക്ഷൻ UVB റേസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് SPF 50യോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു 98% മുകളിൽ UVB റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അടുത്ത ഒരു ഫാക്ടർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് PA ഫാക്ടറാണ്. PA ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീനിൻ്റെ പുറത്തുണ്ടാവും PA+, അല്ലെങ്കിൽ PA++, PA+++, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഈ PA എന്ന് പറയുന്നത് UVA റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ PA+ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ള പ്രൊട്ടക്ഷനെ UVA റേസിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. UVAയിൽ നിന്ന് ഒരു മീഡിയം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ PA+++ എന്നൊക്കെ ഉണ്ടാവും. വളരെ ഹൈ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ PA++++ എന്നാണ് ഉണ്ടാവുക. അതായത് PA കഴിഞ്ഞിട്ട് 4 പ്ലസ് മാർക്ക് കൂടി ഉണ്ടെങ്കിലാണ് അതിൽ UVA റേസിൽ നിന്ന് നിങ്ങളുടെ ചർമ്മത്തിന് വളരെ ഹൈ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PA കഴിഞ്ഞിട്ട് 4 പ്ലസ് മാർക്ക് ഉള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ബ്രോഡ് സ്പെക്ട്രം ഉണ്ടാവണം, പിന്നെ വേണ്ടത് SPF 50 ഓർ എബോവ് ആയിരിക്കണം, അതുപോലെ തന്നെ PA4+ എന്നുള്ളതായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സൺസ്ക്രീൻ. പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ, രണ്ടാമത്തേത് കെമിക്കൽ സൺസ്ക്രീൻ. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ചർമ്മത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പ് ലെയറിലോട്ട് അബ്സോർബ് ആവുന്നില്ല. അത് മുകളിൽ ഒരു ഷീൽഡ് പോലെയാണ് ഉണ്ടാവുക. അങ്ങനെയാവുമ്പോൾ നമ്മുടെ സൺറേസ് നമ്മുടെ മുഖത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഒരു സൺസ്ക്രീൻ കുറച്ച് ഹെവി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്
അനുഭവപ്പെടാം, അതായത് ഒരു സ്റ്റിക്കിനെസ് പോലെ തോന്നാം. അതുകൊണ്ടാണ് പലരും ഫിസിക്കൽ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പർ ലെവലിലോട്ട് പോവാത്ത കൊണ്ട് തന്നെ മുകളിൽ മാത്രം ഒരു ഷീൽഡായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിലോട്ട് ഇതിൻ്റെ ടോക്സിൻസ് ഒന്നും തന്നെ പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ആണ് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. ഇത് വളരെ സേഫാണ്. നമുക്ക് ഉള്ളിലോട്ടൊന്നും ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കൊന്നും ഇത് പോവില്ല. നമുക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായ സ്കിന്നിന്, ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ ഫിസിക്കൽ സൺസ്ക്രീൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അടുത്ത ഒരു സൺസ്ക്രീൻ, അതായത് അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കെമിക്കൽ സൺസ്ക്രീൻ ആണ്. കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പർ ലെവലിലോട്ട് പോവുകയും ഇത് നമ്മുടെ റേസിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റായി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതായത് റിഫ്ലക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റേസിനെ, അതായത് സൺറേസിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കെമിക്കൽ സൺസ്ക്രീനിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓക്സിബെൻസോൺ. ഈ ഓക്സിബെൻസോൺ എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് സ്ട്രീമിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ കെമിക്കൽ സൺസ്ക്രീൻ മെല്ലെ മെല്ലെ നമ്മുടെ ബ്ലഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചസും അതുമൂലമുള്ള മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിബെൻസോൺ ഉള്ള സൺസ്ക്രീനുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും. ഈ ഒരു ഓക്സിബെൻസോൺ മാത്രമല്ല, മറ്റ് 3 ഇൻഗ്രീഡിയൻസ് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോയാൽ നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഓക്സിബെൻസോൺ, അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒക്ടിനോക്സൈറ്റ് ആണ്. ഈ ഒക്ടിനോക്സൈറ്റിനെ ഓക്സൈഡ് മീത്തോക്സി സിനമേറ്റ് എന്ന് കൂടെ പറയും. ചിലപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്യണം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഹോമോസാലൈറ്റ് ആണ്. നാലാമത്തേത് ഒക്ടോക്രിലീൻ ആണ്. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോവുകയാണെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് വരുത്തുന്ന 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളവ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എന്തായാലും കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവുമായിരിക്കും. ഇതെന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ കെമിക്കൽ സൺസ്ക്രീൻ നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കെമിക്കൽ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഫിസിക്കൽ സൺസ്ക്രീനിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇനി ഫിസിക്കൽ സൺസ്ക്രീനിലും ചില ബ്രാൻഡ്സ് മിനറൽ സൺസ്ക്രീൻ അവർ മുൻപിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്സിബെൻസോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ ഉണ്ടാവും. ഓക്സിബെൻസോൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കാറുണ്ട് ചില ബ്രാൻഡ്സ്. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് 4 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്ന് അടങ്ങിയിട്ടുണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഹൈബ്രിഡ് സൺസ്ക്രീൻസ് ഉണ്ട്. അതായത് ഓക്സിബെൻസോൾ ഉണ്ടാവില്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് ഉണ്ടാവില്ല. പക്ഷേ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം. അതുപോലെ സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ കെമിക്കലും ഫിസിക്കലും കൂടെ ചേർന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളതിനെയാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവാം ഹൈബ്രിഡിലും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ. ചില സൺസ്ക്രീൻ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടാവും ഒക്ടിബെൻസോൾ ഫ്രീ അല്ലെങ്കിൽ ഒക്ടിനോക്സൈഡ് ഫ്രീ എന്നൊക്കെ. പക്ഷേ അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. എടുക്കുന്നതിന് മുമ്പ് ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. കെമിക്കൽ സൺസ്ക്രീൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് മേക്കപ്പ് നല്ല രീതിയിൽ ഇടാൻ വേണ്ടി പറ്റുന്നത് ചിലപ്പോൾ കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആയിരിക്കും. എന്താ വെച്ചാൽ അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും സ്കിന്നിൽ അത്ര എടുത്ത് കാണാത്തത് കൊണ്ടും എപ്പോഴും അതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് പലരും എപ്പോഴും കെമിക്കൽ സൺസ്ക്രീനിലേക്ക് പോകുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും സേഫ് ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മിനറൽ സൺസ്ക്രീൻ ആണോ എന്നുള്ളത് നോക്കുക. മിനറൽ
നാച്ചുറൽ സൺസ്ക്രീൻ ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ SPF 50 ഓർ എബോവ് ആണോ എന്ന് നോക്കുക, PA++++ എന്നുണ്ടോ നോക്കുക, അതുപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കുക. ഇത്രയും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.